that I'm dangerous. Like everything I touch, it falls apart. If I had a 10 would kill me now. Well, I'ma cut to the chase. I used to wish on a star, but nowadays I need space. Satellite, see the black shades, white chain, flashing lights. Never thought I could have felt this low in the highlights. So I ask feelings, there's still another day in paradise. Is there heaven for the forever 27? Could it be 3 years till I'm jamming with legends? I got thousands of fans, but I don't get the obsession. There's a nice guy inside, I guess I never met him. 'Cause I come out fast. സാറ് ഹാപ്പിയാണോ? ഹാപ്പിയാണോ? സാറിനൊന്നും വാങ്ങുന്നില്ലേ? ഏയ് ഇന്നൊന്നും വേണ്ട. ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്. ഇന്ന് ആരുടെ പ്രശ്നം തീർക്കാനാ പോകുന്നത്? പോടാ. ഇവനാണ് നമ്മുടെ നായകൻ. പേര് ഗണേഷ്. വയസ്സ് 25. തൊഴിൽ രഹിതനായ ഗണേഷ് ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും ചെലവഴിക്കുന്നത് നഗരമധ്യത്തിലെ ഈ കൊച്ചു പാർക്കിലാണ്. ഇതെന്താ ചേട്ടാ, ഇതൊരു പൊതു സ്ഥലമല്ലേ, ഇവിടെ പുകവലിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? എവനൊക്കെ എവിടെ നിന്ന് വരുന്നടാ നാശം. ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായി കാണുമല്ലോ നമ്മുടെ ഗണേഷിൻ്റെ സ്വഭാവം. എന്തിലും അനാവശ്യമായി ഇടപെടുക, ഇതാണ് ഇഷ്ടൻ്റെ സ്വഭാവവും തൊഴിലും. Can you blow my whistle, baby, let me know. Girl, I'm gonna show you how to do it, and we start real slow. You just put your lips together and you come real close. Can you blow my whistle, baby, here we go. ഛേ, ആരും വിളിച്ചില്ലല്ലോ. ആ എന്റെ അമ്മോ. ഒരു കല്ല് കിട്ടി. എവിടെ കല്ല്? അയ്യോ, എന്റെ അമ്മച്ചിയെ, പട്ടി പട്ടി പട്ടി. പട്ടി, ഇനി ഒരു അടി കൂടി മുന്നോട്ട് വെച്ചാൽ തന്റെ കാല് തല്ലി ഒടിക്കും. കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങളെ സഹിക്കുകയല്ലേ മനുഷ്യ ഞാൻ. അതെ, കഴിഞ്ഞ 10 കൊല്ലം വെച്ച് നിന്നെ പോറ്റുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കൈ മടക്കി ഒന്ന് തന്നാലുണ്ടല്ലോ. ഇനിയൊരു അക്ഷരം മിണ്ടിയ നിന്നെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയ ടെൻഷനാ. എല്ലാം എന്റെ വിധി. എന്ത് പറയാനാ, ഭാര്യയായി പോയില്ലേ. എന്താ അവിടെ പ്രശ്നം? വാതിൽ തുറക്കേട്ടാ, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു തീർക്കാം. നീ ആരാ? നിനക്കെന്ത് വേണം? അല്ല ഏട്ടാ, ഭാര്യയും ഭർത്താവുമ്പോ ഇണക്കവും പിണക്കമൊക്കെ സാധാരണ. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു തീർക്കാം. അല്ലാതെ ഭാര്യയെ തല്ലുന്ന മോശമായ കാര്യമല്ലേ? അല്ല, ഇതൊക്കെ അന്വേഷിക്കാൻ താൻ ആരാ? അല്ല, ഞാനിത് വഴി പോയപ്പോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അന്വേഷിക്കാന്ന് കരുതിയിട്ടാ. അല്ല, എന്റെ കുടുംബ പ്രശ്നം തീർക്കാൻ എനിക്കറിയാം. താൻ ഇടപെടേണ്ട ആവശ്യമില്ല. അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാന്ന് കരുതി. പ്രശ്നം തീർക്കാൻ വന്നിരിക്കുന്നത് ഇറങ്ങാ എന്റെ വീട്ടിൽ നിന്ന് പുറത്ത്. വേണ്ട, ഓക്കെ ഓക്കെ. ആ അല്ല, എനിക്കെന്തിനാ കേടാ, വേണേ പോട്ടെ.
എന്നോട് അവൻ്റെ ഒരു കളി. എത്രയായി തന്നാട്ടെ? 30 അല്ല 60 മീറ്ററിൽ 30 അല്ലേ ഉള്ളൂ, അതേ തരാൻ പറ്റൂ. ആ അവർക്ക് സഹായം വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് ചിലപ്പോൾ ഇവരെ സഹായിക്കാൻ പറ്റിയാലോ? എന്താ 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 പ്രശ്നം? പാളയം മൊത്തം കവടിയാവരെ മീറ്റർ ചാർജ് 30 രൂപയായി. അത് കൊടുത്തപ്പോൾ അയാൾക്ക് പോരാന്ന് 60 രൂപ വേണം അത്രേ. ഞാൻ മീറ്റർ ചാർജിൽ കൂടുതൽ 5 പൈസ കൊടുക്കുന്ന പ്രശ്നമില്ല. ചേട്ടൻ പറയുന്നത് ന്യായമാണോ? ചേട്ടാ ഒന്നും കൂടെ ഇറങ്ങിക്ക്. എടാ നീ പൈസ എടുക്ക്. ചേട്ടാ കൈ നീട്ടിയേ. ഇതൊക്കെ പിടിച്ചേ. പറ്റില്ല. ഇതാണ് മീറ്റർ ചാർജ്. ഇതിന്റെ അപ്പുറം ചോദിക്കുന്നത് തെറ്റാണ് ചേട്ടാ. ഒരു പണി നടക്കത്തില്ല. ഇവന്റെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തേ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എന്നിട്ട് പോലീസിനെ വിളിക്ക്. പോലീസ് തീരുമാനിക്കട്ടെ എത്ര പൈസ കൊടുക്കണമെന്ന്. അയ്യോ ചതിക്കില്ല സാറേ, 30 30. ആ അങ്ങനെ വഴിക്ക് വാ. പണ്ടാരങ്ങള് ഓരോരുത്തന്മാര് രാവിലെ വന്ന് കയറും. ഇവനൊക്കെ ഒതുക്കാൻ ആരുമില്ലേ? എന്റെ ദൈവമേ. താങ്ക് യു ചേട്ടാ. ചേട്ടൻ വന്നില്ലെങ്കിൽ എന്റെ കാശ് മുഴുവൻ പുടുങ്ങി എടുത്തേനെ. ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ ഒരുപാട് കണ്ടിരിക്കുന്നു. ഹായ് മച്ചാ. എടാ സമീറെ, വണ്ടി വരാൻ ഇനി ലേറ്റ് ആമോ? എനിക്കാണെങ്കിൽ ദേഹം തളരുന്ന പോലെ. ടെൻഷൻ നിനക്ക് മാത്രമല്ല എനിക്കും ഉണ്ട്. ഒളിച്ചോട്ടം എന്നൊക്കെ പറയാൻ എന്തെളുപ്പോ, പക്ഷെ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഓഹോ, രണ്ടുപേരോട് ഒളിച്ചോടാനുള്ള പരിപാടിയാണല്ലേ? നീ എന്റെ കൂട്ടുകാരാണെന്ന് പറയാൻ പോലും നാണം തോന്നുന്നു. കഷ്ടം, ഒളിച്ചോടാൻ പോകുന്നു. ഞാൻ കുറെ സമയമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നിന്റെ അച്ഛനെ വിളിച്ച് സംഭവം പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇപ്പൊ ഇങ്ങെത്തും. മുട്ടയിൽ തിരിഞ്ഞല്ലടാ, അതിനു മുമ്പാണ്ട ഒരു ഒളിച്ചോട്ടവും കല്യാണവും. നിനക്ക് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും എവിടെ മാത്രമേ കിട്ടിയുള്ളടാ. വാടാ. അയ്യോ അച്ഛാ, വേദനിക്കുന്നു. വീട്ടിലോട്ട് വാടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ, നീയാണ് എന്റെ മോന്റെ യഥാർത്ഥ സുഹൃത്ത്. നീ എന്നെ കാര്യം വിളിച്ച് പറഞ്ഞില്ലായിരുന്നു യോൻ വല്ല ഏടാ കൂടത്തി ചെന്ന് ചാടിയനെ. ഇറ്റ്സ് ഓക്കേ അങ്കിൾ, ഇതൊക്കെ സില്ലി മാൻ. ശരി മോനെ. ശരി അങ്കിൾ. എടാ സമീറെ, ഹാപ്പി ആണോ? വാടാ, ഇങ്ങോട്ട് വാടാ. 20ാമത്തെ വയസ്സിലാണ് അവന്റെ ഒരു ഒളിച്ചോട്ടവും കല്യാണവും. ഹോ, ഇപ്പോഴാണ് ഒരു നല്ല കാര്യം ചെയ്തത്. So I let her lick the light. Say I'm like a lollipop. She say I'm like a lollipop. Shawty say I'm like a lollipop. She say I'm like a lollipop. Shawty wanna bottles in the club. ഓക്കേടാ, നാളെ കാണാം. ശരി. ഹലോ, എന്താണ് സോറി.
നീ എപ്പോ വരും? ഇല്ലല്ലോ. ശരി ശരി ശരി. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ, ആരും ഇല്ലേ? ഓടി വരണേ. എന്താ കുട്ടി കാര്യം? ഇയാൾ എന്നെ കയറി പിടിച്ചു. പട്ടാപ്പകലാണോടാ പീഡനം? അയ്യോ, ഈ കുട്ടി പറയുന്നത് പച്ചക്കള്ളമാ. ഞാനിവിടെ തൊട്ടിട്ട് അത് പോകുന്നില്ല. നുണയാ. അപ്പൊ എനക്ക് തൊടണോടാ? ചേട്ടാ, ഞാൻ എന്റെ സുഹൃത്തിനെ കാത്തു നിൽക്കുമായിരുന്നു. അപ്പോ ഇയാൾ എന്നെ കയറി പിടിച്ചു. എപ്പോ? അയ്യോ അമ്മേ, അവിടെ ഇരിക്കരുത്. ചേട്ടാ വിട് വിട് വിട്. അയ്യേ, അയ്യോ അമ്മേ. എന്റെ കല്യാണം മുടക്കാനല്ലേ? അമ്മേ, ചേട്ടാ. കുറച്ച് അനുഭവിക്കട്ടെ. മതി 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 മതി. അയ്യോ, ഞാൻ നന്നായിക്കോളാം. മതി മതി മതി. അയ്യോ, ഞാൻ ജന്മത്തിൽ പീഡിപ്പിക്കൂല. എഴുന്നേറ്റ് പോടാ. ഈ സംഭവത്തോടുകൂടി ഗണേഷ് അന്യന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇനി അവന്റെ മനോഭാവം എന്തെന്ന് നമുക്ക് കാണാം. അതെ, ഇവൻ കാര്യം ശരിയാണോ ചേട്ടാ? അയ്യോ, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ലേ.